വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്തത്. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും നടക്കാൻ പോകുന്നത്. അത് രണ്ടാം ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. ആദ്യഘട്ടത്തിൽ ഏകദേശം 8,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുന്നത് റെയിൽവേ യാർഡിന്റെയും അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആകെ നമുക്കറിയാം, ഈ വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ച മുതൽ തന്നെ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക മേഖലയിൽ വലിയൊരു കുതിച്ചുകയറ്റത്തിന് ഇത് സാധ്യമാക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 710 കപ്പലുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. 15.19 ലക്ഷം കണ്ടെയ്നറുകളാണ് ഇതുവഴി കൈകാര്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണം അത് 2028 കൂടി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണങ്ങൾ അത് 2045 കൂടി പൂർത്തീകരിക്കും എന്നാണ് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അവയുടെ ആ സമയപരിധിയാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ കുറയുന്നത്. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളടക്കം വിഴിഞ്ഞത്തേക്ക് എത്തി ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ചരക്ക് നീക്കം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ കൂടുതൽ ചരക്ക് നീക്കം നടപ്പാക്കാൻ കഴിയും. ഇവയുടെ യാർഡുകളുടെ നീളമടക്കം വർദ്ധിപ്പിക്കുകയാണ്. നേരത്തെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു തുറമുഖം എന്ന രീതിയിലാണ് വിഴിഞ്ഞത്തെ കണ്ടിരുന്നത്. കാരണം വളരെ വേഗത്തിൽ തന്നെ കപ്പൽ ചാലിലേക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന തരത്തിലാണ് ഇവിടെ ഇതിൻ്റെ ആഴം അടക്കമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഏറെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറാനുള്ള കാരണവും. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കും. എന്തുതന്നെയായാലും രാജ്യത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ തക്ക തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ച് സംയോജിതമായി നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. 2028 കൂടി പൂർത്തീകരിക്കും എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തുതന്നെയായാലും രണ്ടാം ഘട്ടം 2028 കൂടി പൂർത്തീകരിച്ച് 10,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.